പുനരധിവാസം എത്രയും വേഗം നടപ്പാക്കണമെന്ന് ദുരന്തബാധിതർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. വാടക വീടുകളിൽ താമസിക്കുന്നവർ സർക്കാരിന്റെ പുനരധിവാസ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ടൗൺഷിപ്പിൽ താല്പര്യമില്ലാത്തവർക്ക് ധനസഹായമായി 15 ലക്ഷം നൽകുന്നു. വീടും സ്ഥലവും നൽകിയാലും ഉപജീവന മാർഗം നഷ്ടമായതിന്റെ ആശങ്ക ദുരന്തബാധിതർക്കുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തം പ്രത്യക്ഷമായി ബാധിച്ചവർക്ക് സർക്കാർ സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും പരോക്ഷമായി ദുരന്തം ബാധിച്ചവരിൽ പലർക്കും സഹായങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസവുമുണ്ട്. അതാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത്. ദീപക് മോഹനും വി എസ് രഞ്ജിത്തുമാണ് ആദ്യഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത്. ദീപക് മോഹൻ, ഗുഡ് ഈവനിംഗ്. ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ ഇവിടെ കൊച്ചിയിൽ നിന്ന് വന്ന് നമുക്കടക്കം ഒരു ദുരന്ത ഓർമ്മയായി, ഇന്നും ഒരു കണ്ണീരോർമ്മയായി മനസ്സിലുള്ളതാണ്. ഈ ഒരു ദിവസം നമ്മൾ ഇതിനായി ചെലവഴിക്കാനായി തീരുമാനിച്ചതിന്റെ കാരണം, അവിടെ ഇപ്പോൾ ഉരുൾബാക്കിയായി ബാക്കിയുള്ള മനുഷ്യരുണ്ട്, അവരുടെ ജീവിതങ്ങളുണ്ട്. അവരിലേക്ക് എത്രത്തോളം സഹായം എത്തുന്നുണ്ട്? പ്രത്യേകിച്ചും പലരും പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണല്ലോ നമ്മൾ പലതവണ കണ്ടത്. പാർവതി, ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം ആകുകയാണ്. അതിനിടയിൽ പുനരധിവാസം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ സർക്കാരിൻ്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു 3 വാർഡുകളിലെയും ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല എന്നീ 3 വാർഡുകളിലെയും മുഴുവൻ ആളുകൾക്കും ധനസഹായം നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് മാസങ്ങൾ കടക്കുന്നതിനനുസരിച്ച് പലർക്കും പ്രത്യക്ഷത്തിൽ ദുരന്തം ബാധിച്ച ആളുകൾക്കും കുടുംബങ്ങൾക്കും മാത്രമായിരുന്നു സർക്കാർ ധനസഹായവും അതുപോലെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച വാടക ഇനത്തിലുമൊപ്പം ദിനപത്ത എന്നുള്ള രീതിയിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി ഈ ദുരന്തം ബാധിച്ച പല ആളുകൾക്കും ജീവനോപാധി അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പല സമരങ്ങളും ഉണ്ടായി. പക്ഷേ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം നടക്കുന്നു. ഒപ്പം മറ്റ് അനേകം സംഘടനകളും നിരവധി സുമനസ്സുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ തന്നെ ഈ ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസം ഒരു ഭാഗത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മുട്ടിൽ പഞ്ചായത്തിലെ ചെലഞ്ഞിച്ചാലാണ്. ദുരന്തബാധിതരുടെ പുനരധിവാസം ഏറ്റവും മാതൃകയായി എങ്ങനെ പൂർത്തീകരിക്കാം എന്നതിനുള്ള ഉദാഹരണമാണ് ഇവിടം. ഓൾ കേരള ഓട്ടോമൊബൈൽ വർക്കേഴ്സ് അസോസിയേഷൻ, അതായത് കേരളത്തിലെ ഈ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്നവരുടെ ഒരു സംഘടനയാണ്. അവർ ഈ ദുരന്തബാധിതർക്കായി 6 വീടുകളാണ്, ഈ 5 സെൻറ്റ് വീതം 6 വീടുകൾ ഇവിടെ പണി പൂർത്തിയാക്കി ദുരന്തബാധിതരായിട്ടുള്ള 6-ലധികം ആളുകൾക്ക് ഈ വീടിൻ്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങും കഴിഞ്ഞു. ഈ വീടുകളിലൊക്കെ തന്നെ ഇപ്പോൾ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ ആളുകളാണ്. വർക്ക്ഷോപ്പ് അസോസിയേഷൻ്റെ ആളുകളാണ് ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകിയത്. ഇവിടെ നമുക്ക് കാണാം, നല്ല മനോഹരമായി പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ഈ വീടുകളിലൊക്കെ ഇവർ താമസിക്കുന്നുണ്ട്. എവിടെയാണ് വീട് താത്ത? മുണ്ടക്കായി ക്യാമ്പിലൊക്കെ താമസിച്ചതാണ് ആദ്യം? ആ ക്യാമ്പിൽ താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര പെട്ടെന്ന് വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. സന്തോഷമുണ്ടായി. പ്രതീക്ഷിച്ചിട്ടില്ല. കിട്ടിയതിന് വളരെയധികം സന്തോഷം. എന്തൊക്കെയുണ്ട് സൗകര്യങ്ങളുണ്ടോ വീട്ടിൽ? ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പുറത്തും, അതായത് അയൽവക്കത്തൊക്കെയുള്ള ആളുകളാണോ? തൊട്ടടുത്തില്ല, ഞങ്ങൾക്ക് മുണ്ടക്കൈക്കാരും ചുരമലക്കാരുമാണ്. എല്ലാവരും അറിയുന്ന ആൾക്കാരുമാണ്. അതുകൊണ്ട് ദുരന്തം പിന്നിട്ട് ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ഒരു വീട് കിട്ടിയല്ലോ അല്ലേ? വളരെ സന്തോഷം കിട്ടിയിട്ട്. എല്ലാവരും നഷ്ടപ്പെട്ടതാണ്. വാപ്പ, അമ്മ, ആങ്ങള, വീട്, കുടി, മക്കളും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരുമില്ല. അതുകൊണ്ട് ഒറ്റക്കാണ് ഞങ്ങൾ 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആരുമില്ല. എല്ലാവരും മരിച്ചു പോയിക്കുന്നു. ആങ്ങളെയും കുട്ടികളൊക്കെ പോയിക്കുന്നു. ആരുമില്ല. അതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. എല്ലാവരും പോയിന്. അപ്പോൾ ഒരു വീട് കിട്ടിയത് വളരെയധികം സന്തോഷമാണ്. എല്ലാവരും പോയത് ഒരു വീട് കിട്ടിയപ്പോൾ സന്തോഷമായിക്കണ് വളരെയധികം. സുജയ, ഈ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ കാണാം, ഈ വീടിൻ്റെ സിറ്റ് ഔട്ടാണിത്. അതുപോലെ തന്നെ സ്വീകരണ മുറിയിലും അകത്തേക്കൊക്കെ നല്ല സൗകര്യമുള്ള വീടാണ്. 6 വീടുകളുണ്ട്. ഒപ്പം ഈ 6 വീടുകളിലേക്കുമുള്ള പ്രധാന റോഡിൻ്റെ നിർമ്മാണവും കിണർ നിർമ്മാണവും ഒക്കെ ഇവർ പൂർത്തിയാക്കി. ഇപ്പോൾ നമ്മളോടൊപ്പം ഓട്ടോമൊബൈൽ വർക്കേഴ്സ് അസോസിയേഷന്റെ, വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ അവരോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദീപക, എത്ര സമയമെടുത്തു അവർ ഈ വീട് പണി പൂർത്തിയാക്കാൻ? കാരണം ഇതിനൊപ്പം പ്രഖ്യാപിച്ച പലതും ഇപ്പോൾ തറ പോലും കെട്ടാതെ കിടക്കുകയാണല്ലോ. 120 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ ഞങ്ങൾ
120 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി എന്നാണ് അവർ പറയുന്നത്. ഒരു അസോസിയേഷൻ മുൻകൈ എടുത്തപ്പോൾ വീടുകൾ അവിടെ ഉയർന്നു കഴിഞ്ഞു, അതിൽ ആളുകൾ താമസിച്ചു തുടങ്ങി. എത്ര വീടുകൾ അത് 120 ദിവസം കൊണ്ട് പൂർണ്ണമായും ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം? അതായത് സർക്കാർ ഈ വാടകയ്ക്ക് തുകയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ അവർക്ക് പുതിയ വീട്ടിലേക്ക് മാറാൻ സാധിച്ചു അല്ലേ? വാങ്ങിച്ച് വളരെ വ്യക്തതയോടുകൂടി നല്ല നിലയ്ക്ക് 850 സ്ക്വയർ ഫീറ്റിൽ മുകളിലേക്ക് 2 നില എടുക്കാൻ പറ്റുന്ന ഉള്ളിൽ നിന്ന് സ്റ്റെയർ വരെ വെച്ചിട്ടുള്ള മുഴുവൻ പണിയും തീർത്തിട്ടാണ് ഞങ്ങൾ താക്കോൽദാനം കൈമാറിയത്.